മലബാറിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻ കാവ് എന്നറിയപ്പെടുന്ന ആലത്തിയൂർ പെരും തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം. രാമായണ മാസത്തിൽ ഹനുമാൻ കാവ് ക്ഷേത്ര ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. റിപ്പോർട്ട് കാണാം. വിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിക്കാണ് ആലത്തിയൂർ ക്ഷേത്രത്തിൽ മുഖ്യ പ്രാധാന്യം. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന ഹനുമാന് ശ്രീരാമൻ അടയാളവാക്യം ചൊല്ലി നൽകുന്ന സങ്കല്പമാണ് ആലത്തിയൂരിലേത്. ശ്രീരാമന്റെ വലതുവശത്താണ് ഹനുമാൻ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിക്കുള്ള അവിൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. തുലാമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ഉത്സവം. മീനമാസത്തിലെ അത്തം നാളിലാണ് പ്രതിഷ്ഠാ ദിനം. ആലത്തൂർ ഹനുമാൻ ക്ഷേത്രം എന്നാണ് ശ്രീരാമസ്വാമി ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ഷേത്രമാണ്. സീതാന്വേഷണത്തിന് ഹനുമാൻ ലങ്കയിലേക്ക് പോകുമ്പോൾ സീതേനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളവാക്യം പറഞ്ഞു കൊടുക്കുന്ന ഭാവത്തിലാണ് ഹനുമാൻ ഇരിക്കുന്നത്. ആ അടയാളവാക്യം മറ്റുള്ള ആരും കേൾക്കരുത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠ പുറത്തെയാണ്. ലക്ഷ്മണസ്വാമി പുറത്ത് എന്നും ശ്രീരാമസ്വാമിയുടെ അരികിലായിരിക്കുന്ന ലക്ഷ്മണസ്വാമി എന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് ഈ അടയാളവാക്യം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ദേവന്മാരും അനുഗ്രഹിച്ച സമയമാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ. സീതാ അന്വേഷണത്തിനായി ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലേക്ക് പോകുന്നത് സങ്കല്പിച്ചുള്ള അനുഷ്ഠാനവും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ്. ആ സമുദ്രം ചാടിക്കടന്നു എന്നുള്ള സങ്കല്പത്തിനായിട്ട് ഇവിടെ ഒരു ഭക്തജനങ്ങളെല്ലാരും തന്നെ ഇവിടെ ഒരു കരിങ്കലുണ്ട്. അത് സമുദ്രത്തെ സങ്കല്പിച്ചുകൊണ്ട്, സമുദ്രമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് ചവിട്ടാതെ ചാടും. അത് മുൻകാലങ്ങളിൽ എത്രയോ വർഷങ്ങളായിട്ട് ഭക്തജനങ്ങൾ ഈ ഒരു ചടങ്ങ് ഇവിടെ ചെയ്തിട്ടാണ് പുറത്തേക്ക് പോവുക. ചുറ്റമ്പലത്തിൽ തുല്യ പ്രാധാന്യത്തോടെ ലക്ഷ്മണനും ഉപദേവതകളായി മഹാവിഷ്ണു, ഗണപതി, ദുർഗ, ഭദ്രകാളി, അയ്യപ്പൻ, നാഗദേവതകൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ സാമൂതിരി മുഖ്യ കാര്യദർശിയായ ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഏറ്റവും വലിയ ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം. ഇനി ഇടവേള.